ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മുടെ സി യു ടിയുടെ ലോയുടെ രണ്ടാമത്തെ ക്ലാസ് ആവുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിലബസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ടോപ്പിക്ക് നമ്മൾ ബിഗിൻ ചെയ്തിരുന്നു, സോഴ്സസ് ഓഫ് ലോ. കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോ എന്തെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ലോയുടെ സോഴ്സസ് എന്താണെന്നും അതിൽ കൂടെ ലോ എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞിരുന്നു, ഇന്ന് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം നമ്മൾ സോഴ്സസ് ഓഫ് ലോയ്ക്കകത്ത് 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള രീതിയാണ്. ഒന്ന് പറഞ്ഞ എന്താണ്, കസ്റ്റം ഒരു സോഴ്സ് ഓഫ് ലോ ആണെന്നും, പിന്നെ 2 ഉണ്ടായിരുന്നത് ജുഡീഷ്യൽ പ്രീസിഡൻറ്റും ലെജിസ്ലേഷനുമാണ്. സോ കസ്റ്റം നമ്മൾ പഠിച്ചു. കസ്റ്റത്തിൻ്റെ ഏതൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ്, എന്തൊക്കെയായിരിക്കണം കസ്റ്റം, എല്ലാ കസ്റ്റം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം ഇൻഡിവിജ്വലി റെഫർ ചെയ്യുന്നുണ്ടെന്ന വിശ്വാസത്തിലാണ് ഞാൻ മുമ്പിലോട്ട് എടുക്കാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോഴ്സസ് ഓഫ് ലോയുടെ രണ്ടാമത്തെ ഘടകമായ ജുഡീഷ്യൽ പ്രീസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ എന്നാണ്. അപ്പം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എന്താണ് ജുഡീഷ്യറി എന്നുള്ള വാക്ക് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അല്ലേ. നിയമപീഠം, അതായത് കോടതികൾ, അതിനെയാണ് നമ്മൾ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പം ജുഡീഷ്യൽ പ്രീസിഡന്റ് എന്ന് പറഞ്ഞത്, പ്രീസിഡന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്, മുൻപേ പറഞ്ഞിട്ടുള്ള എന്നാണ് ആ വാക്കിന്റെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. സോ ജുഡീഷ്യൽ പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ ഡിസൈഡഡ് കേസസ് അല്ലെങ്കിൽ ഡിസൈഡഡ് ജഡ്ജ്മെന്റ്സ് ഓഫ് ദ സുപ്പീരിയർ കോർട്സ്, അതായത് മേൽക്കോടതി പറഞ്ഞിട്ടുള്ള വിധികളെയാണ് നമ്മൾ ജുഡീഷ്യൽ പ്രീസിഡൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെ മേൽക്കോടതികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് സുപ്രീം കോടതി, പിന്നെ അത് ഓൾ ഓവർ ദി ഇന്ത്യ നോക്കുമ്പോൾ 2 എല്ലാ സ്റ്റേറ്റിലുള്ള ഹൈക്കോടതികൾ. അപ്പം ജുഡീഷ്യൽ പ്രീസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജുഡീഷ്യറി പറയുന്ന വെർഡിക്റ്റുകൾ, അതായത് ഡിസിഷൻസ് ലോവർ കോടതികളിൽ ബൈൻഡിങ് ആണ്. ബൈൻഡിങ് എന്നുള്ളത് ഒരു ലീഗൽ ടെർമിനോളജിയാണ്. ബൈൻഡിങ് എന്നുള്ളത് എന്തെന്നുള്ളത് നിങ്ങൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതായത് ജുഡീഷ്യൽ പ്രീസിഡന്റ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് ലോ ആയിട്ടാണ് നമ്മുടെ മോഡേൺ സൊസൈറ്റി അല്ലെങ്കിൽ മോഡേൺ വേൾഡ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് നിയമപീഠം പറയുന്ന ഹയർ അതോറിറ്റി ആയിട്ടുള്ള ലോയ്ക്കകത്ത് ഹയർ അതോറിറ്റി എന്നുള്ള സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പറയുന്ന വിധികളും നമുക്ക് സോഴ്സ് ഓഫ് ലോ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ജുഡീഷ്യൽ പ്രീസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ എന്നുള്ളൊരു ഐഡിയ തന്നെ ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത, നമുക്കറിയാം ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ പോലത്തെ ധാരാളം രാജ്യങ്ങൾ ആദിമകാലങ്ങളിൽ അവരുടെ കോളനി രാജ്യങ്ങളായിരുന്നു. അപ്പം ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റം നമ്മൾ ഈ കോളനി രാജ്യങ്ങളിലെല്ലാം നോക്കുവാണെങ്കിൽ, കോമൺവെൽത്ത് രാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ, ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിലെല്ലാം ഒരു ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റത്തിന്റെ ഒരു ലെഗസി തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും നല്ല ലീഗൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും അത് ഫോളോ ചെയ്യുന്നത്, മിക്ക രാജ്യങ്ങളും, ഈ കോമൺവെൽത്ത് രാജ്യങ്ങളും. അപ്പം ഇതൊരു ഇംഗ്ലീഷ് ലീഗൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ് എന്താണ്, ജുഡീഷ്യൽ പ്രീസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ. അപ്പം ഈ ജുഡീഷ്യൽ ഡിസിഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. നമുക്ക് എപ്പോഴും അറിയാം, ഏതൊരു വിധിയെ നമുക്ക് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ 2 കാര്യങ്ങളായിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ആ 2 എലമെന്റിനകത്തെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ജുഡീഷ്യൽ പ്രീസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ ആയിട്ട് അഡാപ്റ്റ് ചെയ്തത്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാ ജുഡീഷ്യൽ ഡിസിഷൻസിനും 2 ഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് റേഷ്യോ ഡിസഡൻറ്റി. ഇതെല്ലാം ലാറ്റിൻ ഫ്രേസുകളാണ്. അപ്പൊ അതിന്റെ ബ്രാക്കറ്റ് ഞാൻ ഇംഗ്ലീഷ് ഇത് കൊടുത്തിട്ടുണ്ട്. റേഷ്യോ ഡിസഡൻറ്റി എന്ന് പറഞ്ഞാൽ റീസൺ ബിഹൈൻഡ് ദ ഡിസിഷൻ. ഒരു വിധി പറയുന്നതിന്റെ പുറകിലുള്ള റീസൺസിനെയാണ് റേഷ്യോ ഡിസഡൻറ്റി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വരുന്ന ഒരു കേസിന്, നർമ്മപ്രധാനമായ കേസ് ആണ് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കേസ്. ഫോർ എക്സാമ്പിൾ, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ, നമുക്കിപ്പോൾ അറിയാം സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും എല്ലാം ഏറ്റവും മുൻതൂക്കത്തോടെ നിൽക്കുന്ന ഒരു കേസാണ് ഈ LGBT സെയിം സെക്സ് മാരേജിന്റെ ലീഗാലിറ്റിയെ ചോദ്യം ചെയ്യുന്നത്. അപ്പം ആ പറയുന്ന കേസിനകത്ത് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് എന്നുള്ളതിന്റെ റീസൺ ആണ് ഈ റേഷ്യോ ഡിസഡൻറ്റി എന്ന് പറയുന്നത്. റീസൺ ബിഹൈൻഡ് ദ ഡിസിഷൻ. എന്ത് കാരണത്താലാണ്, നമുക്കറിയാം ആ കേസ് റിജക്ട് ചെയ്യുമായിരുന്നു, എന്ത് കാരണത്തിന്റെ ബേസിലാണ് അത് സുപ്രീം കോടതി ആ ഒരു തീരുമാനത്തിലോട്ട് എത്തി എന്നുള്ളതിന്റെ ഒരു മീനിങ് ആണ് റേഷ്യോ ഡിസഡൻറ്റി, അതായത് റീസൺ ബിഹൈൻഡ് ദ ഡിസിഷൻ. നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട്, ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് ജുഡീഷ്യൽ പ്രീസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ എന്ന്. അപ്പം ഈ റീസൺ ബിഹൈൻഡ് ദ ജഡ്ജ്മെന്റിനകത്ത് ചില ഭാഗങ്ങളല്ല, ഈ റീസണെ വേണമെങ്കിൽ നമുക്ക് ലോവർ കോടതികൾ ഇതേ സ്വഭാവത്തിലുള്ള കേസുകൾ വരുമ്പോൾ
കോട്ട് ചെയ്യാൻ പറ്റും. അതെന്തെന്ന് വെച്ചാൽ ആ ബൈൻഡിങ് നേച്ചർ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജുഡീഷ്യൽ പ്രീസിഡൻസ് ആർ ഹാവിങ് എ ബൈൻഡിങ് നേച്ചർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബൈൻഡിങ് നേച്ചർ. അപ്പം ഈ റീസൺ ബിഹൈൻഡ് ദ ജഡ്ജ്മെന്റ്, നമ്മൾ പറഞ്ഞു ജഡ്ജ്മെന്റ് രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗം, അതായത് റേഷ്യോ ഡിസെന്റ്, ഈ ഭാഗത്തിന് ആ ഒരു ബൈൻഡിങ് നേച്ചർ ഉണ്ട്. അതായത് സുപ്രീം കോടതി ഒരു വളരെ നിർണായകമായ രീതിയിൽ റീസൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റീസൺസിന് ലോവർ കോടതികളിൽ അതൊരു ബൈൻഡിങ് ആണെന്ന് വെച്ചാൽ അവർക്കത് ഫോളോ ചെയ്യണം. നിയമം ഒന്നും കാണത്തില്ല, നമുക്ക് ബൈ പ്രിന്റഡ് ആയിട്ട് അങ്ങനെ നിയമം കാണത്തില്ല. പക്ഷെ സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ആയിരിക്കും ആ ഒരു കേസിനകത്തെ മെയിൻ ഫാക്ടർ, ആ മെയിൻ ആയിട്ടുള്ള സാധനം, ആ ഒരു എലമെന്റ്, ആ റീസൺ ആയിരിക്കും നമുക്ക് ബൈൻഡിങ് ആവുന്നത് ലോവർ കോടതിയിലോട്ട് വരുമ്പോഴത്തേക്കും. അപ്പം റേഷ്യോ ഡിസെൻഡി എന്ന് പറയുന്ന റീസൺ ബിഹൈൻഡ് ദ ജഡ്ജ്മെന്റ് ആണ് എപ്പോഴും ബൈൻഡിങ് ടു ദ ലോവർ കോർട്സ്. രണ്ടാമത്തെ ഞാൻ പറയാൻ വന്നത് ഒബിക്ടർ ഡിക്റ്റ എന്ന് പറയും. അതായത് നമ്മൾ പറഞ്ഞു ജുഡീഷ്യൽ ഒരു ഡിസിഷനകത്ത് രണ്ട് എലമെന്റ് ഉണ്ട്, ഒരെണ്ണം റീസൺ ബിഹൈൻഡ് ജഡ്ജ്മെന്റും രണ്ടാമത്തത് ഒബിക്ടർ ഡിക്റ്റ എന്ന് പറയും. ഒബിക്ടർ ഡിക്റ്റ എന്നുള്ള ലാറ്റിൻ ഫ്രേസിന്റെ മീനിങ് ആണ് സെഡ് ബൈ ദ വേ. അതായത് കോടതികൾ നിരീക്ഷിച്ച കുറച്ച് ഭാഗങ്ങളെയാണ് ഈ ഒബിക്ടർ ഡിക്റ്റ എന്ന് പറയുന്നത്, കോടതിയുടെ കുറച്ച് നിരീക്ഷണങ്ങൾ. മറ്റേതെന്ന് വെച്ചാൽ എന്താണ്, റീസൺ ബിഹൈൻഡ് ദ ജഡ്ജ്മെന്റ്, കാരണങ്ങൾ. ഇത് കോടതിയുടെ ചില ഒബ്സർവേഷൻസ് ആയിരിക്കും. കുറച്ച് എന്തെങ്കിലും ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇപ്പം LGBT തന്നെ പറയുവാണെങ്കിൽ കോടതിയിൽ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു, അവർക്കും മാനുഷിക പരിഗണനകൾ എല്ലാം മനുഷ്യൻ കൊടുക്കണം എന്നുള്ളത്. പക്ഷേ റീസൺ ബിഹൈൻഡ് ദ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ ഡെമോക്രസിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന കുറച്ച് എലമെന്റ്സിനെയൊക്കെ കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ റീസൺസ്. എന്ത് കാരണത്താലാണ് തള്ളിക്കളഞ്ഞത്? ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നിരീക്ഷണങ്ങൾ. അപ്പം ഈ നിരീക്ഷണ ഭാഗങ്ങൾക്ക് ഒരിക്കലും ബൈൻഡിങ് നേച്ചർ കാണത്തില്ല. പക്ഷേ എന്നാൽ പോലും സുപ്രീം കോടതി പോലത്തെ രാജ്യത്തെ ഏറ്റവും മുഖ്യ കോടതികൾ പറയുന്ന ഒബ്സർവേഷന് പോലും നമ്മൾ ലോവർ കോടതികൾ വില കൊടുക്കാറുണ്ട്. ആയതിന്റെ ഫലത്തായിട്ട് തന്നെ ഒബിക്ടർ ഡിക്റ്റയുടെ ഒബ്സർവേഷൻസും പല സമയങ്ങളിലും അഭിഭാഷകർ കോടതിയിൽ കോട്ട് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ പുതുതായിട്ടൊരു നിയമം ഉണ്ടാവുമ്പോൾ പോലും ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടായിരിക്കും ഇവോൾവ് ആവുന്നത്. സോ ബൈൻഡിങ് നേച്ചർ ഉള്ളത് റേഷ്യോ ഡിസെൻഡിക്ക് മാത്രമേ ഉള്ളൂ, ഒരു ജുഡീഷ്യൽ ഡിസിഷനകത്ത്. ഒബിക്ടർ ഡിക്റ്റയ്ക്കത്തില്ല. പക്ഷേ ഒബിക്ടർ ഡിക്റ്റയ്ക്കും വേണമെങ്കിൽ ഒരു ഇൻസൈറ്റ് കൊടുക്കാം, എന്തിന്, നാളെ ഒരു നിയമം ഉണ്ടാവാൻ വേണ്ടി. സോ ജുഡീഷ്യൽ പ്രീസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ എന്ന് നമ്മൾ സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, മേൽക്കോടതി പറഞ്ഞ ഏതെങ്കിലും കേസിന്റെ റീസണിങ് പാർട്ട്, അല്ലെങ്കിൽ മേൽക്കോടതി പറഞ്ഞ ഏതെങ്കിലും കേസിന്റെ വിധി ലോവർ കോടതികളിലും നമുക്ക് ബൈൻഡിങ് ആവുകയും, ആയതിനാൽ പറയുന്ന വിധിയെ നമുക്കൊരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോഴ്സ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നിലവിൽ ഒരു ലോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ രൂപീകരിക്കാൻ പറ്റും. പലപ്പോഴും ഒരു എക്സാമ്പിളോടെ ഞാൻ പറയുകയാണെങ്കിൽ, പലപ്പോഴും ചില കാര്യങ്ങളിൽ നമുക്ക് നിയമം കാണത്തില്ല. നമുക്ക് നമ്മുടെ നിയമങ്ങളിൽ കുറേ ഗ്യാപ്പുകളുണ്ട്, അല്ലെ? നമ്മൾ പറഞ്ഞില്ല, നിയമം എന്ന് പറഞ്ഞാൽ ലോ ഈസ് ഓൾവേസ് ഡൈനാമിക് എന്നാണ് പറയുന്നത്. ഓരോ കാലഘട്ടത്തിൽ ഓരോ ആവശ്യങ്ങളുടെ അനുസരിച്ചാണ് ലോ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ഇവോൾവ് ആവാൻ സഹായിക്കുന്ന രണ്ട് എലമെന്റുകളാണ് റേഷ്യോ ഡിസെൻഡിയും ഒബിക്ടർ ഡിക്റ്റയും. കാരണം എന്താ, നമുക്കിപ്പം പുതിയ കേസുകളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ LGBT എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റി ലോകത്തുണ്ടാവാം. പക്ഷെ ഇന്ത്യയിലൊക്കെ വളരെ വിരളമായിട്ടുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കാം, 1, 2, 3 പേര്. അന്നപ്പോൾ നിയമം ഇതുണ്ടാക്കുന്നവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ടൊരു അവസരം വന്നിട്ടില്ല. പക്ഷെ എന്താണ്, ഇപ്പൊ കേസുകൾ വരുമ്പോഴത്തേക്കും നിലവിൽ അങ്ങനെ ഒരു നിയമമില്ല. അപ്പൊ നിയമം ഇല്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെ വാദിക്കും എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോഴാണ് നമുക്കൊരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ജുഡീഷ്യൽ പ്രീസിഡന്റിനെ നമുക്ക് സോഴ്സ് ഓഫ് ലോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ. നിയമം ഇല്ലാത്ത പക്ഷം ജുഡീഷ്യറിയുടെ വെർഡിക്റ്റുകളും ജുഡീഷ്യറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ക്രോഡീകരിച്ച് നമുക്കത് നിയമസമമായിട്ട് തന്നെ കോടതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. കാരണം എന്താണ്, അതിനൊരു വാലിഡിറ്റി ഉണ്ട് ആസ് എ സ്ട്രോങ് സോഴ്സ് ഓഫ് ലോ. സോ ജുഡീഷ്യൽ പ്രീസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ നല്ല മോഡേൺ സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഴ്സസ് ഓഫ് ലോ ആണ്. ഇന്ത്യയിൽ നമുക്ക് ഈ ഡോക്ട്രിൻ ഓഫ് പ്രസിഡന്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള രീതിയിൽ ഹൈറാർക്കി ഓഫ് കോർട്ട് എന്ന് പറയും. ഹൈറാർക്കി ഓഫ് കോർട്ട് എന്ന് വെച്ചാൽ കോടതികളുടെ സ്ട്രക്ചർ അനുസരിച്ച്, അതായത് സുപ്രീം കോടതി പറയുന്നത് ലോവർ കോടതികളിലോട്ട് ബാധകമാണ്, ഹൈക്കോടതിയിലോട്ട് താഴോട്ട്. ഹൈക്കോടതി പറയുന്നതോ സുപ്രീം കോടതി ബാധകമല്ല. പക്ഷേ ഹൈക്കോടതിക്ക് താഴെയുള്ള ജില്ലാ കോടതി, മുനിസിഫ് കോടതി, അങ്ങനത്തെ ലോവർ കോടതികളിലോട്ട് ഇത് ബാധകമാണ്. നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത സെഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കോടതികളുടെ ഹൈറാർക്കി ആയിരിക്കും. സോ അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു മൊത്തത്തിലുള്ള അവലോകനം തരാൻ വേണ്ടിയാണ് ഈ സോഴ്സ് ഓഫ് ലോയിലോട്ട് ആദ്യം ടോപ്പിക് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് നിങ്ങൾ ഹൈറാർക്കിയും കാര്യങ്ങളും നിങ്ങൾക്ക് അത് പഠിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വ്യക്തത കിട്ടുന്നത്, എങ്ങനെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ജുഡീഷ്യൽ പ്രസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോ നമ്മൾ ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. Now moving to the next part,
നമ്മൾ 3 എലമെന്റ്സ് ആണ് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ കസ്റ്റം പറഞ്ഞു, രണ്ടാമത്തെ എലമെന്റിനെ നമ്മൾ ജുഡീഷ്യൽ പ്രീസിഡന്റ് പറഞ്ഞു, മൂന്നാമത്തേതാണ് ലെജിസ്ലേഷൻ ആസ് എ സോഴ്സ് ഓഫ് ലോ. എന്താണ് ലെജിസ്ലേഷൻ? ലെജിസ്ലേഷൻ നമുക്ക് അറിയാം, നിയമം ഉണ്ടാക്കുന്ന ഒരു ബോഡി അല്ലെ. ലെജിസ്ലേഷനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ നമ്മുടെ മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആൾക്കാരെ അവര് രൂപീകരിക്കുന്ന ഒരു ഒരു സൊസൈറ്റി ആയിരിക്കും നമ്മൾ ലെജിസ്ലേഷൻ. നിയമം തയ്യാറാക്കുന്ന ഒരു ബോഡിയാണ് നമ്മൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. നിയമസംഭരണ ബോഡി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പൊ ലെജിസ്ലേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തൊട്ട് നമ്മൾ പഠിക്കണം. ഈ ലെജിസ്ലേഷൻ എന്നുള്ള വാക്ക് 2 ലാറ്റിൻ പദങ്ങൾ ചേർന്നുണ്ടായതാണ്. ലെഗിസ് എന്ന് പറഞ്ഞാൽ ലെഗിസും ലാറ്റം എന്ന് പറയുന്ന 2 ലാറ്റിൻ വാക്കുകളുടെ ഒരു കോയിൻഡ് ടേം ആണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. സോ ലെഗിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലോ, നിയമം എന്നാണ്. ലാറ്റം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ടു മേക്ക് ഓർ സെറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. നിയമമുണ്ട്. അപ്പം ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഓഫ് ലോ. അപ്പം മേക്കിംഗ് ഓഫ് ലോ എന്ന് പറയുന്ന ഒരു ബോഡിയെയാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ആധുനിക കാലത്ത് നമ്മൾ ലെജിസ്ലേഷനെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണ്? നമ്മൾ എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവരൊരു പാർട്ടി ഫോം ചെയ്യുന്നു. അതിൽ നിന്ന് ഒരാൾ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് നമുക്ക് വേണ്ടി റെപ്രസെന്റേറ്റീവായിട്ട് പാർലമെന്റിലോ നമ്മുടെ ലെജിസ്ലേഷനിലോ സ്റ്റേറ്റ് ലെജിസ്ലേഷനിലോട്ട് പോകുന്നു. അവിടെ ചർച്ചകളും ഡിബേറ്റുകളും എല്ലാ മെക്കാനിസങ്ങളും കഴിഞ്ഞ്, എല്ലാ സ്ക്രൂട്ടിനിയും കഴിഞ്ഞ് വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി അല്ലെങ്കിൽ മേജർ മെജോറിറ്റിയിലൂടെ ഒരു ബില്ല് അവതരിപ്പിക്കുകയും ആ ബില്ല് ആക്ട് അത് നിയമമാവുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ സോഴ്സ് ഓഫ് മെക്കാനിസം എന്നുള്ള രീതിയിലും ലെജിസ്ലേഷൻ ആസ് എ സോഴ്സ് ഓഫ് ലോ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതായത് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ആണ്. നമ്മളെ ജനങ്ങളാണ് സോവറിൻ പവർ. നമ്മുടെ സോവറിൻ പവറിനെ നമ്മൾ ഒരു വ്യക്തിയിലോട്ട് വെസ്റ്റ് ചെയ്യുകയും ആ വ്യക്തികളെല്ലാം കൂടെ ചേർന്ന് വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി നമ്മുടെ എല്ലാ വികാരങ്ങളെയും എല്ലാ കാരണങ്ങളും എല്ലാ റീസൺസും കൺസിഡർ ചെയ്ത് പാസ് ചെയ്യുന്ന ഒരു നിയമത്തെയാണ് നമ്മൾ ലെജിസ്ലേഷൻ എനാക്ട് ചെയ്തിരിക്കുന്ന ഒരു ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ലെജിസ്ലേഷനെ നമുക്കൊരു സോഴ്സ് ഓഫ് ലോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മുടെ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലെജിസ്ലേഷൻ ഉണ്ട്. അതിനകത്ത് പറയുന്ന 2 മെയിൻ കൈൻഡ്സ് ഓഫ് ലെജിസ്ലേഷൻ ആണ് സുപ്രീം ലെജിസ്ലേഷനും സബോർഡിനേറ്റ് ലെജിസ്ലേഷനും. അപ്പം എന്താണ് സുപ്രീം ലെജിസ്ലേഷൻ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, when the laws are directly enacted by the sovereign, it is considered as supreme legislation. ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ പോലെ നമ്മുടെ നിയമസഭ എടുക്കുക. when the law are enacted by the sovereign എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം റൂളിംഗ് ആയിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള പാർട്ടിയുടെ ഒരു വക്താവ്, സോവറിൻ പവർ അവർക്കായിരിക്കും. ജനങ്ങളാണ് സോവറിൻ, എന്നാൽ പോലും നമ്മൾ നമ്മൾ തന്നെ നിയമം ഒരാളുടെയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ആ പറയുന്ന ഒരു സോവറിൻ ബോഡി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, ആ ഒരു കംപ്ലീറ്റ് മെജോറിറ്റി ആയിട്ട് ആരാണ് ഭരിക്കുന്നത് അവരെയാണ് നമ്മൾ സോവറിൻ ബോഡി എന്ന് പറയുന്നത്. ആ സോവറിൻ എന്ന് പറയുന്ന സോവറിനിറ്റി അവരവരുടെ അധികാരം യൂസ് ചെയ്ത് ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കല്ല, അതിനകത്ത് ഒരു ഡിക്റ്റേറ്റർഷിപ്പോ ഒരു ആർബിട്രറിനെസ്സോ എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ളവർ പറയുന്നത് തെറ്റെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് അവരുടെ ഇഷ്ടങ്ങളെ മുമ്പിലോട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കല്ല. കാരണം ഒരിക്കലുമല്ല. അത് തെറ്റായ ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ മീഡിയ നമ്മളിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, BJP സർക്കാർ വരുമ്പോൾ സമയത്ത് ഹിന്ദുത്വ രാഷ്ട്രമാണ് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. അതൊക്കെ മീഡിയയുടെ ഒരു പൊളിറ്റിക്സ് മാത്രമാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ഏതൊരു ഗവൺമെന്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് പ്രൊപ്പഗാൻഡാസ് ഉണ്ട്, അജണ്ടകളുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് ആരാണ്? സോവറിൻ. നമ്മൾ നോക്കണം, ഇന്ത്യ എന്നുള്ള രാജ്യം അൾട്ടിമേറ്റ് സോവറിൻ എന്ന് പറയുന്നത് ജനങ്ങളാണ്. ഡെമോക്രസി എന്ന് പറയുന്ന ഡെമോക്രസി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ എല്ലാ ഒരു ബെനിഫിറ്റ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഭരിക്കുന്നത്, അല്ല അവർക്ക് വേണ്ടിയല്ല ഭരിക്കുന്നത്. സോ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ജനങ്ങളാണ്. അപ്പം ലോ എനാക്റ്റഡ് ബൈ ദ സോവറിൻ എന്ന് പറയുന്നത് നമ്മുടെ അധികാരം, നമ്മുടെ ആ ഒരു സോവറിനിറ്റി ഒരു ബോഡിയിലോട്ട് വെസ്റ്റ് ചെയ്യുകയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും. അവർ ചർച്ച നടത്തി, പൊളിറ്റിക്കൽ ഐഡിയോളജികളിൽ വ്യത്യാസം കാണും, പക്ഷെ അവർ ചർച്ച നടത്തി, ഡിബേറ്റുകൾ നടത്തി ഇത് ബില്ല് പാസ്സാക്കുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ജനങ്ങളായ നമ്മളാണ്. അപ്പം when the laws are directly enacted by the sovereign, it is considered as supreme legislation. അപ്പൊ ആ സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പാർലമെന്റിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കാണപ്പെടുന്നത്.
ഇത് ഈ പറഞ്ഞത് റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്നതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പാർലമെന്റിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം വിദേശ രാജ്യങ്ങളുടെ ബ്രിട്ടീഷ് പാർലമെന്റിലൊക്കെ നമ്മൾ പറയുന്നത് രാജ്ഞിയാണ് അവിടെ ഏറ്റവും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് പാർലമെന്റ് ആണ് ഏറ്റവും സോവറൻസി. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ഒരു ഏരിയ. സോ വി ആർ ദ സോവറൻ ഹിയർ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് കൈൻഡ് ഓഫ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയും. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സുപ്രീം അതോറിറ്റി, നമ്മൾ സുപ്രീം ലെജിസ്ലേഷനെ പറ്റി പറയും. ഈ സുപ്രീം ലെജിസ്ലേഷൻ അതിന്റെ ചില റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മെക്കാനിസത്തിനെയാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് അതിന്റെ ഫസ്റ്റ് ഹെഡിങ് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് സബോർഡിനേറ്റ് ടു ദ സുപ്രീം ഓർ സോവറൻ അതോറിറ്റി. ഈ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സോവറൻ അതോറിറ്റിയുടെ അണ്ടറിൽ വിത്ത് പെർമിഷൻ ഓഫ് ദ സോവറൻ റൺ ചെയ്യുന്ന ഒരു ലെജിസ്ലേഷനാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞത്. ഇവരുടെ വാലിഡിറ്റിയും എക്സിസ്റ്റൻസും കണ്ടിന്യൂവൻസും ആരുടെ ഇഷ്ടപ്രകാരം മാത്രമായിരിക്കും. സോവറിൻ കൊടുക്കുന്ന ഒരു കാലപരിധിക്കും സോവറിന്റെ ഇഷ്ടത്തിന്റെ അത്രയും ഇഷ്ടം ഇൻ ദ സെൻസ് അവരുടെ ഒരു പീരീഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇഷ്ടകാലത്തിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. അത് അവർ എന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു അന്നത് ഇല്ലാതാവും. സോ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. നമുക്കിനി സബോർഡിനേറ്റ് ലെജിസ്ലേഷനെ നമുക്ക് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സബോർഡിനേറ്റ് ലെജിസ്ലേഷനെ നമുക്ക് പറയുകയാണെങ്കിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഫർദർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 4 ടൈപ്സ്. 4 ടൈപ്പായിട്ടാണ്. ഒന്നാമത്തെ പറയുന്നത് ഓട്ടോണമസ് ലോ. നമുക്കറിയാം ഈ ഓട്ടോണമസ് എന്ന വാക്ക് നമ്മളെല്ലാം ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മൾ പറയുവാണെങ്കിൽ when a group of individuals recognized or incorporated under the law as an autonomous body is conferred with the power to make rules and regulation, the laws made by such body fall under autonomous law. നമ്മൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് യൂണിവേഴ്സിറ്റീസ് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളെല്ലാം സർക്കാരിൻ്റെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഈ സെന്റൻസ് എഴുതിയേക്കുന്നൊന്ന് വായിക്കുവാണെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാവും. ഗ്രൂപ്പോ കുറച്ച് അത് നല്ല സൊസൈറ്റി ആസ് എ ജനറൽ എന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റോടെ സർക്കാരിന്റെ കുറച്ച് അധികാരങ്ങൾ ഒരു ബോഡിയിലോട്ട് ഏകീകൃതമായി കൊടുക്കുകയാണ്. അപ്പം എഡ്യൂക്കേഷൻ എന്നുള്ളൊരു എലമെന്റ് ആണ് ഞാൻ യൂണിവേഴ്സിറ്റി എക്സാമ്പിൾ കോട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാരിന്റെ റെസ്പോൺസിബിൾ ആണല്ലോ സിറ്റിസൺസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, നല്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നുണ്ട്. അപ്പം സർക്കാർ എന്ത് ചെയ്യുന്നു? ഒരു ബോഡിയെ ക്രോഡീകരിച്ച് ആ ബോഡിക്ക് ഒരു പവർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോണമസ് ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓട്ടോണമസ് ലോ ഉള്ളത് എഡ്യൂക്കേഷൻ മാത്രമല്ല, നമുക്ക് പല മേഖലകൾ നോക്കാം. ബാങ്കിങ് സെക്ടറിലുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിലുണ്ട്. ഇവർക്കെല്ലാം ഓട്ടോണമസ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ ഈ തീരുമാനം എല്ലാം എടുക്കുന്നെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റ് ഓഫ് ദ സോവറൻ ആയിരിക്കണം. അതായത് ഇവരെടുക്കുന്ന തീരുമാനവും നമ്മുടെ ഭരണഘടനയ്ക്ക് വിപരീതമായിട്ടുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനകത്ത് അനുസൃതമായിട്ടുള്ള രീതിയിൽ എടുക്കാൻ മാത്രമേ ഇവർക്ക് പെർമിഷൻ ഉള്ളൂ. സോ സബോർഡിനേറ്റ് ലെജിസ്ലേഷന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ ഓട്ടോണമസ് ലോ ആയിട്ട് ഇവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓട്ടോണമസ് ലോ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു വ്യക്തിയോ ഗ്രൂപ്പായിട്ടുള്ളവരോ സർക്കാർ അവരുടെ കുറച്ച് പവർ ഡെലിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അധികാരം അങ്ങോട്ട് ആ പറയുന്ന വ്യക്തികളിലോട്ട് കൊടുത്ത് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു ബോഡി രൂപീകരിച്ച് അവർ റൺ ചെയ്യുന്ന ഒരു മെക്കാനിസത്തെയാണ് ഓട്ടോണമസ് ലോ എന്ന് പറയുന്നത്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ജുഡീഷ്യൽ റൂൾസ്. നമുക്കറിയാം ജുഡീഷ്യറി എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ള രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഡെമോക്രസി ഉള്ള എല്ലാ രാജ്യങ്ങളിലും ജുഡീഷ്യറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡെമോക്രസി എന്ന് മാത്രമല്ല, ഏത് രാജ്യത്തും ഇന്നത്തെ മോഡേൺ സൊസൈറ്റി ജുഡീഷ്യറിക്ക് വളരെയധികം നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ജുഡീഷ്യറിയും പല സമയങ്ങളും ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഓഫ് ദ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സോവറിനായിട്ടുള്ളവരെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നിയമം ഉണ്ടാക്കുന്നവരെയാണല്ലോ നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലെജിസ്ലേഷനിലുള്ള അവരെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണല്ലോ. അപ്പം ജുഡീഷ്യൽ റൂൾസും പല സമയങ്ങളിലും സബോർഡിനേറ്റ് ലെജിസ്ലേഷന്റെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ചില സമയങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പല ഫോർ എക്സാമ്പിൾ പറയുവാണ്, ഇന്നലത്തെ നടന്ന LGBT അല്ലെ സെയിം സെക്സ് മാരേജിന്റെ വിധി വരികയാണ്. എങ്ങനെ? അതായത് അവരെ നമ്മൾ നിയമപരമായി അംഗീകരിക്കണം എന്ന് ജുഡീഷ്യറി പറയുവാണെങ്കിൽ അതൊരു നിയമമായി മാറുകയാണല്ലോ. അപ്പം അത് നിയമമായി മാറുകയും പിന്നെ അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ നിയമം ഉണ്ടാക്കേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് ലെജിസ്ലേഷൻ ഉള്ളത്, നിയമസഭകളിലുള്ളത്. അവർക്ക് വേണ്ടി ബില്ല് പാസ്സാക്കണം. അപ്പം ജുഡീഷ്യറിക്കും ഒരു മേജർ റോൾ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. സോഴ്സ് ഓഫ് ലോ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പം ജുഡീഷ്യൽ റൂൾസിനെയും നമ്മളൊരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആയിട്ടാണ് കാണുന്നത് പല സമയങ്ങളിലും. കാരണം അവർ പറയുന്ന വിധികളിലും അവർ പറയുന്ന തീരുമാനങ്ങളിലും നിയമം വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്, 99% കൂടുതലാണ്. അത് ഏത് സാഹചര്യങ്ങളിലാണ് പോലും. സോ ജുഡീഷ്യൽ റൂൾസും നമ്മുടെ രാജ്യത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കും വെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
മൂന്നാമത് പറയുന്നത് ലോക്കൽ ലോസ്. നമുക്കറിയാം നമ്മുടെ രാജ്യങ്ങളിൽ നമ്മുടെ സ്റ്റേറ്റിലൊക്കെ പഞ്ചായത്തുകളും മുനിസിപ്പൽ കോർപ്പറേഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് ഭരണഘടന പ്രകാരം നോട്ട് ചെയ്യേണ്ടതാണ്, ഭരണഘടന പ്രകാരം 73ഉം 74ഉം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് പ്രകാരം നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനെയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്ത് അവർക്കും കുറച്ച് ലോ മേക്കിംഗ് പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് അതുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ ഇപ്പം ഈ ഹരിത കേരളം പ്രോജക്റ്റ് പോലെ അത് കേരള സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ അത് ആരംഭിച്ച ഒരു ഗോ ഗ്രീൻ ക്ലീൻ പഞ്ചായത്ത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചെറിയ നിയമങ്ങൾ അവരുണ്ടാക്കിയ ചെറിയ നിയമങ്ങൾ, അല്ലെങ്കിൽ ഈ കുടുംബശ്രീ പോലത്തെ ഉള്ള യൂണിറ്റുകൾ വളരെ പഞ്ചായത്ത് ലെവലിൽ തുടങ്ങിയ ചെറിയ ആശയങ്ങളായിരിക്കും, അല്ലെ അവരുണ്ടാക്കിയ അവിടുത്തെ ബൈലോകൾ, അവരുടെ പഞ്ചായത്തിൽ പാസ്സായ ബൈലോകൾക്കകത്ത് സ്ത്രീകളെ ശക്തീകരിക്കണം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു ആവശ്യമായിരിക്കും കുടുംബശ്രീ അല്ലെങ്കിൽ പഞ്ചായത്ത് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റി വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇറക്കിയ നിയമങ്ങളായിരിക്കും ഈ പറയുന്ന ഹരിത കേരളം പോലത്തെ. അത് പിന്നെ സ്റ്റേറ്റ് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പം പറയാൻ ഉദ്ദേശിച്ചതാണ്, അപ്പം ഈ പറഞ്ഞ പഞ്ചായത്തുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും എന്തുണ്ട്, നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഏതൊരു നിയമം വന്നാലും അതിനെ നമ്മൾ വോയിഡ് ആൻഡ് നൾ, അതായത് അൾട്രാ വൈറസ് എന്നൊക്കെ ലീഗൽ ടെർമിനോളജി യൂസ് ചെയ്യും. അതായത് അതിനെ അസാധുവാക്കാനുള്ള അധികാരം അത് ഓട്ടോമാറ്റിക്കലി അസാധുവായി പോകും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ലോക്കൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ലോക്കൽ ലോസിനെ നമ്മൾ ലോക്കൽ ലോസ് ആയിട്ട് ലോക്കൽ ബോഡീസ് എന്നുള്ള രീതിയിൽ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തുകൾക്കും ഈ പറഞ്ഞൊരു സബോർഡിനേറ്റ് ലെജിസ്ലേഷന്റെ ഫംഗ്ഷൻ ഉണ്ട്. അവർക്കും നിയമങ്ങൾ ജനങ്ങളുടെ ആവശ്യപ്രകാരം ജനങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് പാസ്സാക്കുന്ന രീതിയിൽ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് ബൈ ലോ എന്നുള്ള രീതിയിൽ എഴുതി ചേർക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള അതോറിറ്റി അവർക്കുമുണ്ട്. നാലാമത് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ലോസ് മെയ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ്. നമുക്കറിയാം ലെജിസ്ലേഷൻ ഈ എക്സിക്യൂട്ടീവ് ഒരു കാര്യം ലെജിസ്ലേഷനിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ആയിരിക്കണമല്ലോ അതിൻ്റെ പാസ്സാക്കാനുള്ള അതോറിറ്റി. നമ്മളൊരു നിയമം എങ്ങനെ ആവുന്നത്, ആദ്യം ഒരു ബില്ല് അവതരിപ്പിക്കും, മിനിസ്റ്റർ ഒരു ബില്ല് അവതരിപ്പിക്കും. ആ ബില്ല് മെജോറിറ്റി എല്ലാം പാസ്സായതിനു ശേഷം അത് ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിയുമ്പോഴത്തേക്കും മാത്രമാണ് അത് ആക്റ്റായി മാറുകയും, ആക്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമമായി മാറുകയും അത് പിന്നെ പ്രാബല്യത്തിൽ വരത്തുള്ളൂ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എക്സിക്യൂട്ടീവായിട്ടുള്ള നമ്മുടെ മിനിസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഗവർണറും പ്രസിഡന്റ്, ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രസിഡന്റും ഗവർണേഴ്സിനൊക്കെ ചില സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പെട്ടെന്ന് നിയമം ഉണ്ടാക്കേണ്ട ആവശ്യം വരും. അപ്പൊ ഈ പറയുന്ന പോലെ ബില്ല് അവിടെ നിയമസഭകൾ പാസ്സാക്കാനോ എല്ലാവരുടെയും സ്പെഷ്യൽ മെജോറിറ്റിയോടൊന്നും സപ്പോർട്ടോടൊന്നും ആയിരിക്കത്തില്ല അങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ കോവിഡ് ഒരു വലിയ എക്സാമ്പിൾ ആണ്. കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് നേരത്തെ ഒരു നിയമമില്ല, കാരണം നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു അസുഖമായിരുന്നു പെട്ടെന്ന് കോവിഡ് എന്നുള്ള ഒരു മഹാമാരി. അപ്പം പ്രസിഡന്റിന്റെ ഉത്തരവ് പ്രകാരമായിരുന്നു ഒരു ഓർഡിനൻസ് ഇറക്കിയത്, പ്രോട്ടോകോൾ എന്നുള്ള നമ്മളെല്ലാം അറിയുന്നത് പ്രോട്ടോകോൾ പ്രകാരം ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും അതെല്ലാം. എമർജൻസി സാഹചര്യങ്ങളിൽ എക്സിക്യൂട്ടീവിനും ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഫംഗ്ഷൻ ഉണ്ട്, നിയമങ്ങൾ ഉണ്ടാക്കാൻ. അത് പിന്നെ 6 മാസത്തിനുള്ളിൽ പാർലമെന്റിൽ പാസ്സായാൽ മതി എന്നൊരു നിയമമുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ പഠിക്കുന്നതായിരിക്കും. 6 മാസത്തിനുള്ളിൽ ആ ഓർഡിനൻസ് ഇറക്കുന്നതിന് 6 മാസം വാലിഡിറ്റി ഉള്ളൂ. അടുത്ത പാർലമെന്റ് സെഷൻ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിയമസഭ സെഷൻ വരുമ്പോഴത്തേക്കും അത് സിമ്പിൾ മെജോറിറ്റിയുടെ പാസ്സായി മാത്രം മതി. അപ്പം നോർമലി ഇങ്ങനത്തെ ഓർഡിനൻസ് ഒക്കെ ഇറക്കുമ്പോഴത്തേക്കും അതിന്റെ കാലാവധി 1-2 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെയാണ്. അതുകൊണ്ട് പലപ്പോഴും ഇത് ആക്ട് ആയി ഒന്നും മാറത്തില്ല, കുറച്ച് നാളത്തെ ടെമ്പററി പീരീഡിലേക്ക് മാത്രം വേണ്ടി ഇറക്കുന്ന നിയമങ്ങളായി മാറും. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രസിഡന്റോ ഗവർണറോ മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അതാത് മിനിസ്റ്റേഴ്സ് പെട്ടെന്ന് ഇറക്കുന്ന ഒരു നിയമ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ലോസ് മെയ്ഡ് ബൈ ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും പാർലമെന്റിലോ നിയമസഭകളിലോ പാസ്സാവുന്നില്ല, പെട്ടെന്നുള്ള എമർജൻസി സിറ്റുവേഷൻ കൺസിഡർ ചെയ്ത് അങ്ങ് വരുന്നൊരു നിയമമാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ച ഈ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ 2 ടോപ്പിക്കാണ് നമ്മൾ ആ ഒരു മെയിൻ സോഴ്സ് ഓഫ് ലോയിലെ ഫൈനൽ ആയിട്ടുള്ള 2 എലമെന്റ് ആണ് നോക്കിയത്. ലെജിസ്ലേഷൻ ആസ് എ സോഴ്സ് ഓഫ് ലോയും ജുഡീഷ്യൽ പ്രീസിഡന്റ് ആസ് എ സോഴ്സ് ഓഫ് ലോയുമാണ്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ feel free to text me. The matter will be solved. Okay, thank you.